തീർച്ചയായും. കാരണം ഇപ്പൊ ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് തരുന്ന ദൈവത്തിൽ ഒരു വിശ്വാസം വേണം. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കാൻ അർഹമായി യാതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിന്റെ നിയമലോകത്ത് വെച്ച് മാനദണ്ഡങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകേണ്ടതുണ്ടോ? തീർച്ചയായും സ്വർഗം ലഭിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മുസ്ലിം എന്ന വ്യക്തി ചെയ്യുന്ന ദിനചര്യ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം ഇസ്ലാമിക മാനദണ്ഡം പാലിച്ചുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ചെയ്യുന്നത്. 5 വക്ത നിസ്കാരം, അതേപോലെ ഓരോ കർമ്മങ്ങളും, ഇസ്ലാമികമായിട്ടുള്ള ഓരോ കർമ്മങ്ങളും, അതൊന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുമെന്ന് പറയേണ്ട ഒരു ആവശ്യം? സാധാരണ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഉത്തരം ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് എന്റെ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് എന്റെ മറുപടി ഇതാണ്. അതുപോലെ തന്നെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏതൊരു ഫലത്തിന് വേണ്ടിയിട്ടാണോ ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നത്, ആ കർമ്മം ചെയ്തതിനുള്ള ഫലം അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് സാമൂഹ്യ പ്രശസ്തി നേടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കൽ, ഈ കർമ്മം ചെയ്യുന്നതിനുള്ള ഫലം അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും. കാരണം ഇപ്പൊ ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് തരുന്ന ദൈവത്തിൽ ഒരു വിശ്വാസം വേണം. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കും. അതിൽ മറ്റൊന്നും ചിന്തിക്കാനില്ല. പക്ഷെ ഒരാൾക്ക് സ്വർഗത്തെ സംബന്ധിച്ചോ അല്ലെ അള്ളാഹുവിലെ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ന്യായപരമായിട്ട് നമുക്ക് പറയാം അയാൾക്ക് സ്വർഗം നൽകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് റേഷൻ കടയിൽ പോവാണ്, നമ്മളോട് എന്താ ചോദിക്കുക? കാർഡ് അല്ലേ. അപ്പോ അതില്ലാതെ നമുക്ക് അരി വാങ്ങാനായിട്ട് പറ്റൂല. ഇപ്പോ ഇസ്ലാമിക കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസമോ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരാൾക്ക് സ്വർഗം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ടിക്കറ്റ്, ടോക്കണ് നിയമപരമായി പ്രവേശന രേഖകളാണ്. അതെത്ര ദരിദ്രനായ ആളാണെങ്കിലും ഈ രേഖകളില്ലാണ്ട് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് അയാൾക്ക് എത്താൻ സാധിക്കില്ല. ഒരാളുടെ വാശിയോ അശ്രദ്ധയോ കാരണം അയാൾക്ക് രേഖകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അയാൾക്കുണ്ടാകില്ലേ? അതുപോലെ തന്നെ ഏതൊരു നിയമങ്ങൾക്കും വിഷയങ്ങൾക്കും അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പ്രാവർത്തികമാകുന്നത്. ഏതൊരു കാര്യത്തിന്റെ ബിഹൈൻഡിലും റൂൾസ് ഉണ്ടാവും. ഒരു കംപ്ലീറ്റ്ലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത ഒരാളെ അതിന് കംപ്ലീറ്റ് ആയിട്ട് ആപ്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെയാണ് സ്വർഗത്തിന്റെ കേസിലും. സ്വർഗത്തിലെ പ്രവേശനം എന്ന് പറയുന്നത് ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ റൂൾസ് ആണോ അതിന് പിന്നിൽ ഇറക്കിയിട്ടുള്ളത്, ആ